ജനമിത്രയാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ജനമിത്ര, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. ഞാൻ നേരത്തെ വിളിച്ചിട്ടുണ്ട് ഈ മാറ്ററിനെ പറ്റി. ഒന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഞാൻ അന്നും പറഞ്ഞു, ഒരു മാസം ഇടവിട്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉള്ളൊരു സങ്കല്പം ഞാൻ CM-ന്റെ ഓഫീസിൽ ഒരു മിനിറ്റ് സംസാരിച്ചിരുന്നു. ഈ പ്രകടന പത്രിക എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് നൽകിയത്, കോൺഗ്രസ് സർക്കാരല്ല. കോൺഗ്രസ് സർക്കാർ എന്ന് പറഞ്ഞാൽ ഖജന ഉപയോഗിക്കുന്ന ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ആണ്. ആ ഗവൺമെന്റ് എന്റർടൈൻമെന്റ് ഖജന ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ ആൺപെൺ വ്യത്യാസമില്ല, മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ ശ്രീ ജനമിത്ര, അത് അടിസ്ഥാനപരമായി തന്നെ താങ്കളുടെ ആ വാദം തെറ്റാണ്. സ്ത്രീകൾക്ക് വേണ്ടിയും പുരുഷന്മാർക്ക് വേണ്ടിയും സമൂഹത്തിൽ ദൗർബല്യം അനുഭവിക്കുന്ന വിഭാഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ പ്രത്യേക പദ്ധതികൾ നടപ്പാക്കണം എന്നുള്ളത് നടപ്പാക്കുകയാണ് എന്നുള്ളതുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അനുസൃതമായി. അതിന് യാതൊരുവിധ തെറ്റുമില്ല. ഇതിൽ ഒരു വിവേചനത്തിന്റെ വിഷയം അതിനകത്ത് വരുന്നതേ ഇല്ല. ദുർബലരായ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് പദ്ധതികൾ നടപ്പാക്കാറുണ്ട്, അതൊക്കെ ചെയ്യാറുണ്ട്. ജനമിത്ര, അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം തന്നെ താങ്കളുടെ വാദം ഒരു ഗൗരവമുള്ള വാദമേ അല്ല എന്ന് പറഞ്ഞത്. കാരണം സമൂഹത്തിൽ ദൗർബല്യം, സ്ത്രീകൾ എന്തായാലും പുരുഷന്മാരെക്കാൾ സമൂഹത്തിൽ ദൗർബല്യം അനുഭവിക്കുന്ന ജനവിഭാഗമാണല്ലോ. പുരുഷന് കിട്ടുന്ന എല്ലാവിധ അവകാശങ്ങളും സൗകര്യങ്ങളും നൂറ്റാണ്ടുകളായി സ്ത്രീകൾക്ക് നിഷേധിക്കപ്പെട്ടതാണല്ലോ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കുന്നത് വിവേചനമല്ല. എന്തിനാണ് സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകൾക്ക്, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക്, ജാതീയമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ സർക്കാർ സാമ്പത്തികവും അല്ലാതെയും ഒക്കെ സഹായം പ്രഖ്യാപിക്കുന്നതൊക്കെ എന്തിനാണ്? സ്ത്രീയെന്നും പുരുഷനെന്നും വിവേചിച്ചല്ല അവർക്ക് സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ സാമുദായികമായിട്ടോ പിന്നോക്കം നിൽക്കുന്നവർക്ക് സ്ത്രീയെന്നോ പുരുഷനുമായിട്ട് നിർണയിച്ചല്ല കൊടുക്കുന്നത്. എങ്കിൽ പിന്നെ എന്തിനാണ് ബസ്സിൽ സ്ത്രീകൾക്ക് ബസ് സീറ്റിൽ സംവരണം ഏർപ്പെടുത്തിയതിനെതിരെ പലരും കോടതിയിൽ പോയിട്ടില്ലേ? അത് സുപ്രീം കോടതി വരെ പോയിട്ടില്ലേ? എവിടെങ്കിലും നിന്നിട്ടുണ്ടോ? ഇത് ഫിനാൻസ് മാറ്ററാണ് സാർ. അതും ഫിനാൻസ് മാറ്റർ അല്ലേ? ടിക്കറ്റ് എടുത്ത് ഒരേപോലെ. ശ്രീ ജനമിത്ര നിൽക്കൂ, ജനമിത്ര ഞാൻ പറയുന്നത് കേൾക്കൂ. ശ്രീ ജനമിത്ര ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഒരു ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്ന പുരുഷനും സ്ത്രീയും, സ്ത്രീക്ക് പ്രത്യേകമായ സീറ്റുണ്ട്, പുരുഷന് പ്രത്യേകമായ സീറ്റില്ല എന്നാണല്ലോ അവസ്ഥ. പൊതു സീറ്റുകൾ എല്ലാവർക്കും ഇരിക്കാം. ഇതിനെതിരെ പലരും സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത്? സ്ത്രീകൾക്ക് അങ്ങനെ അവകാശം കൊടുക്കുന്നത് ഭരണഘടനാനുസൃതമായി ഏതെങ്കിലും തരത്തിൽ തെറ്റല്ല, അത് വിവേചനമല്ല. അങ്ങനെ കൊടുക്കുന്നതിനെ പോസിറ്റീവായിട്ടാണ് കണ്ടിട്ടുള്ളത്. അത്രേ ഇതിനകത്ത് കണ്ടാൽ മതി. അതിനപ്പുറത്തേക്ക് ഇവിടെ ഒരു വിവേചനമൊന്നും താങ്കൾ കണ്ടെത്താൻ കഴിയില്ല. അത് വിവേചനവും അല്ല. ചോദിച്ചു. അത് ശാരീരിക ബലഹീനതയായിരിക്കാം കോടതി നിരീക്ഷിച്ചത്, സാമ്പത്തിക ബലഹീനതയല്ല. പിന്നെ ഇപ്പൊ ഞാൻ പറയട്ടെ, കടമെടുത്ത ഈ പദ്ധതി നടത്തുന്നു വിചാരിക്കട്ടെ, ഈ ടിക്കറ്റ് എടുക്കുന്ന പുരുഷന്റെ മുകളിൽ മറ്റൊരു എക്സ്ട്രാ ചാർജും കൂടെ അല്ലേ അതിന്റെ അകത്ത് വരുന്നത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ നാട്ടിലെ ഓരോ പദ്ധതി നടപ്പാക്കുമ്പോഴും ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ആളുകളാണ് മാത്രമാണോ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നത്? സമൂഹത്തിന്റെ മൊത്തം പണമെടുത്തിട്ടല്ലേ ഓരോരുത്തർക്ക് വേണ്ടിയും ഓരോ കാര്യം ചെലവഴിക്കുന്നത്? സമൂഹത്തിൽ അങ്ങനെ ഓരോ വിഭാഗത്തിന് വേണ്ടി ചെലവഴിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അല്ല, ഇതിലെന്താണ് കുഴപ്പം? താങ്കൾ ഈ ഒരു വാദം, വെറുതെ ഒരു വാദം താങ്കൾ ഇങ്ങനെ ഉന്നയിക്കുകയാണ്. ഓരോ ദിവസം വന്ന് കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു വാദം ഉന്നയിച്ചു. ഈ വർഷം വിവേചനമാണ്. ഇത് എങ്ങനെയാണ് വിവേചനമാകുന്നത്? ഇന്ത്യൻ നിയമം അനുസരിച്ച് എവിടെയും വിവേചനമല്ല. ജനമിത്ര അതിന് പദ്ധതികൾ തരാം. ജനമിത്രയുടെ പദ്ധതിയൊക്കെ അവിടെ നിൽക്കട്ടെ, അതവിടെ വെച്ചു. അതല്ലേ താങ്കളുടെ ഇടയ്ക്ക് ഈ പദ്ധതി ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഒരു പദ്ധതിയെ കുറിച്ച് വളരെ വിശദമായി ചോദിച്ചപ്പോൾ താങ്കൾക്ക് ഒന്നും പറയാനില്ലായിരുന്നു. വെറുതെ ആകാശത്ത് ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ പറയാ, എന്താ പദ്ധതി ഒന്നും പറയാനില്ല. പറയാൻ പറ്റൂ സാറേ? ജനമിത്ര എന്ന പാർട്ടിയെ സർക്കാർ വിളിച്ചാലല്ലേ ഞങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. അല്ല, സർക്കാർ വിളിക്കണമെങ്കിൽ അവർക്ക് അതിന്റെ ഗൗരവം തോന്നണം. ഈ അഭിപ്രായം കേൾക്കുമ്പോൾ അതിനുള്ള ഗൗരവം തോന്നിയാൽ അവർ വിളിക്കും. അല്ല, അവർ ചോദിക്കട്ടെ. ഞങ്ങൾ പറഞ്ഞു, പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ആൾട്ടർനേറ്റീവ് ആയിട്ട് പിന്നെ സ്ത്രീക്കും പുരുഷനുമായിട്ടുള്ള പദ്ധതി ഉപയോഗിച്ചാൽ അവർക്ക് ജനപക്ഷ സർക്കാരായിട്ട് മാറാം കോൺഗ്രസ് സർക്കാർ. അവർ തീരുമാനിച്ചോളൂ എങ്ങനെ ജനപക്ഷ സർക്കാരാവും. അതിന് ജനമിത്രയുടെ ഉപദേശം അല്ല, ജനമിത്ര പാർട്ടിയുടെ ഉപദേശം എന്തായാലും നിങ്ങളുടെ പിന്തുണയോട് ജയിച്ചതൊന്നുമല്ലോ സാറേ. ഞങ്ങളുടെ പിന്തുണ അങ്ങനെയാണോ? അങ്ങനെയാണോ? അപ്പൊ സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു പാർട്ടി അവർ എടുക്കത്തില്ലേ? ശ്രീ ജനമിത്ര, താങ്കൾ ഗൗരവമായിട്ടാണ് ഒരു അഭിപ്രായം പറയുന്നത്. അതൊക്കെ ആളുകൾ സ്വീകരിക്കും. താങ്കൾ എല്ലാ ദിവസവും വിളിച്ചിട്ട് ഒരു കാര്യമില്ലാത്ത അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? താങ്കൾക്ക് പറയാം, അതിന് യാതൊരു തടസ്സമില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് ഈ സമയം ഞാൻ തരുന്നത്. താങ്കളെ കട്ട് ചെയ്യാതെ സമയം തരുന്നത് തന്നെ താങ്കൾക്ക് പറയാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ശരിയായിട്ടുള്ള കാര്യമല്ല സാർ, ഇത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. സർക്കാർ രൂപീകരിച്ചു കഴിഞ്ഞാൽ അവർ കോമൺ ഫാക്ടറാണ്. കോമൺ ഫാക്ടർ ആവുമ്പം എല്ലാവരുടെയും അവരുടെ ആശയങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ച് വേണം അവർക്ക് പോകാൻ. സ്വീകരിക്കണം എന്ന് അവരല്ലേ തീരുമാനിക്കുന്നത്?
സ്വീകരിക്കാതിരിക്കും എന്നുള്ളതല്ലേ സാർ പറഞ്ഞു. ഞാൻ സാറിന്റെ വാദത്തെ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. താങ്കൾ എന്താണ് പറഞ്ഞത്? സ്ത്രീകൾക്ക് മാത്രമായി കൊടുക്കുന്ന സൗജന്യം വിവേചനമാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങത് ഭരണഘടനാനുസൃതമായി വിവേചനമല്ല, സമൂഹത്തിൽ അങ്ങനെ പല വിഭാഗങ്ങൾക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് സർക്കാർ എന്നല്ലേ പറഞ്ഞത്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന് എന്താണ് ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ടോ? സ്ത്രീകൾക്ക് സൗജന്യ യാത്രയെന്ന്? താങ്കളോട് തൽക്കാലം എനിക്ക് സംസാരിക്കാൻ വയ്യ. ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടില്ല KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ സമൂഹത്തിലെ ഇന്ന വിഭാഗത്തിന് ഇന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ കൊടുക്കണമെന്നോ എഴുതി വെച്ചിട്ടില്ല. 10 വർഷത്തേക്കുള്ളായിരുന്നു ഭരണഘടനയിൽ. ഭരണഘടനയിൽ മാറ്റം വരുത്താമെന്ന് വരെ ക്ലോസ് ഉണ്ട് അതിന്റെ അകത്ത്. ശരി, ഓക്കെ. താങ്കളുടെ ഭരണഘടനയിൽ മാറ്റം വരുത്തുക ഉത്തരവാദിത്തപ്പെട്ടത് അത് ചെയ്തോളൂ ജനമിത്ര. ശരി ജനമിത്ര. ശരി, ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു ഈ പദ്ധതിയെ കുറിച്ച്? സാർ നമസ്കാരം. നമസ്കാരം. യാതൊരു വിവേചനവും ഇല്ല. ജനമിത്ര പാർട്ടിയുടെ പ്രകടന പത്രിക അവർ ഭരണത്തിൽ വരുമ്പോൾ അവർ നടപ്പാക്കട്ടെ, അല്ലാതെ മറ്റൊരു പാർട്ടി അധികാരത്തിൽ വന്നിട്ട് അവർ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം അവർ നിറവേറ്റിയിരിക്കുന്നു. തുടക്കത്തിൽ തന്നെ അവർ ഓർഡിനറി ബസ്സിൽ 1 മാസം പരിശോധിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള സാഹചാർഹമാണ്. ഇത് VD സതീശന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയാൽ വളരെ സാഹചാർഹമായ നിലപാടാണ്. കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് എനിക്കും തോന്നുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ആ വിശ്വാസം, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഔദാര്യമല്ല എന്നാ. ആ സംസാരത്തിൽ തന്നെ വളരെ വളരെ വിലയുണ്ട് സാർ. കാരണം മറ്റെല്ലാവരും കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ ഔദാര്യം എന്നുള്ള രൂപത്തിലാണ് സംസാരിക്കുക. അദ്ദേഹം പറഞ്ഞത് സ്ത്രീത്വത്തോടുള്ള ആദരവാണിതെന്ന, അമ്മമാരോടും പെങ്ങന്മാരോടുള്ള ആദരവാണ്, അല്ലാതെ ഔദാര്യമായിട്ട് UDF സർക്കാരിന്റെ ഔദാര്യമായിട്ട് ഇതിനെ കാണേണ്ടതില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ നിലവാരത്തിൽ അദ്ദേഹം ഇത് പരിശോധിച്ച് ഈ KSRTC സൗജന്യ യാത്ര കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ വളരെ സാഹചാർഹമാണ്. പിന്നെ ജനമിത്ര പാർട്ടി അദ്ദേഹം പ്രകടന പത്രിക ഉണ്ടാക്കട്ടെ. അദ്ദേഹത്തിന്റെ പാർട്ടി മുഖ്യമന്ത്രി കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ വിവേചനം കാണിക്കാട്ടെ. സ്ത്രീക്കും പുരുഷനും കുട്ടിക്കും ആണിനും പെണ്ണിനും മൊത്തം കൊടുത്ത് രാജ്യം ഒന്ന് നന്നാക്കി കാണിക്കട്ടെ. കാവ് എടുത്താലെ കാവിന്റെ കനം അറിയുന്ന ഒരു ഭാഷയുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. എന്ന് പറഞ്ഞാൽ കനം എടുക്കുന്നവനെ കനം, അത് എടുത്ത് നടക്കുന്നവനെ അത് അറിയുന്നു. ഇതൊക്കെ പറയാൻ എളുപ്പമാണ്. സാമ്പത്തികം ഇഷ്ടപ്പെട്ടത് ഇത് ഔദാര്യമല്ല, ഇത് ആദരവാണ് എന്ന് പറഞ്ഞത്. അതിൽ ഒരു വലിയ സന്ദേശമുണ്ട്. ആർക്കെങ്കിലും ഒരു സൗജന്യം കൊടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഞങ്ങളെന്തോ തരുന്നതാണ് എന്ന് മട്ടിൽ കൊടുത്താൽ യാതൊരു അർത്ഥവുമില്ല. അത് അവകാശമാണ് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി ഉണ്ട്. ശിവശങ്കർ പറയുന്നു, വിമർശകർ ഒന്നോർക്കുക, പാവപ്പെട്ട തുച്ഛമായ വരുമാനമുള്ള അമ്മമാർക്കും കുടുംബാംഗങ്ങൾക്കും വലിയ ആശ്വാസമാണ് അനുമോദനം എന്ന് പറയുന്നു. അഭിനവ് ഡൊമിനിക് പറയുന്നു, ഗവൺമെൻറ് ജോലിയുള്ള സ്ത്രീകൾ സൗജന്യമായി യാത്ര ചെയ്യുകയും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത പുരുഷൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു. ഞാൻ എപ്പോഴും ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഇപ്പോഴാണ് എത്തിയത്. മണിമല, നിങ്ങൾ സർക്കാരിൻ്റെ വികസനം എന്തായിരുന്നു? 2500 പറഞ്ഞ് 1600 കൊടുത്ത് 4.5 വർഷം പറ്റിച്ച കഥയാണ്. അതും ചർച്ചയാക്കാൻ സൗജന്യ യാത്ര ബഹിഷ്കരിക്കുന്നത് നല്ലതെന്നൊക്കെ ശശിധരൻപിള്ള പറയുന്നു. കൃഷ്ണദാസ് പറയും, ദോഷങ്ങൾ മറ്റാർക്കും ഇല്ലെങ്കിലും മാറ്റങ്ങളൊക്കെയും നല്ലതല്ലേ എന്ന് പറയുന്നു. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച പോലെയായി KSRTCയുടെ അവസ്ഥ, എല്ലാം കാത്തിരുന്ന് കാണാമെന്നാണ് ശശിധരൻ കെ മറ്റൊരാളാണ് പറയുന്നത്. വിഷ്ണു M നായർ പറയുന്നു, ഇക്വാലിറ്റി എന്നതിന് പകരം സീസോ ജസ്റ്റിസ് ചെയ്യാൻ നോക്കിയാൽ മറ്റേ ഭാഗത്ത് വെറുപ്പ് വളരും എന്ന് പറയുന്നു. ശ്രീത്ത് കായംകുളം വാക്കു പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് പേർക്ക് സഹായമാണ്. ഇലക്ട്രിക് ബസ് കൂടിയായാൽ ഭൂമിദേവിയെ കൂടി നമുക്ക് സംരക്ഷിക്കാമെന്ന് പറയുന്നു. ഗോളാന്തര യാത്ര പറയുന്നു, നമസ്കാരം കിരൺ, അമ്പാടി ഗോമാത പിള്ള ജയകുമാർ എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും നമസ്കാരം പറഞ്ഞ അദ്ദേഹം. ഞാൻ അല്പം നേരം പുറത്തായിരുന്നു. എന്തായാലും ജയിൽ കിടക്കുന്നവർ നല്ല കാര്യം ചെയ്തിട്ടല്ല പോകുന്നത്. അവരെ പോഷകം കൊടുത്ത് തീറ്റി വളർത്താൻ കിരൺ സാർ കൂട്ടുനിന്നാൽ മതി. ജനത്തിൻ്റെ നീതിപ്പണം അതിനല്ല എന്ന് പറയുന്നു ശ്രീ സുനിൽകുമാർ. പക്ഷേ ജനത്തിൻ്റെ നീതിപ്പണം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ജനത്തിൻ്റെ കൂടി ഉത്തരവാദിത്തമാണ്. അവരും നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. കുറ്റം ചെയ്തിട്ട് പോയാലും എന്ത് ചെയ്തിട്ട് പോയാലും ജയിൽ ഉള്ള ആളുകൾക്ക് മിനിമം അവർക്ക് അസുഖം വന്നാൽ അവരെ ചികിത്സിക്കുക എന്നുള്ളത്, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതുമൊക്കെ, അല്ലാതെ അവർക്ക് 5-സ്റ്റാർ ഭക്ഷണമൊന്നും അല്ല കൊടുക്കുന്നത്. അതിന് താങ്കളൊരു ഇതിനെ അങ്ങ് പറഞ്ഞതാണ്, അത് ആ ഭക്ഷണം പറഞ്ഞാൽ ഇവിടെ നല്ല ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കാമെന്നൊക്കെ. അതിൻ്റെ ആ ഐഡിയയാണ് ഞാൻ എതിർത്തത്. അതുപോലെ ബാബു രാജൻ പറയുന്നു, ഈ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല തീരുമാനമാണ് എന്ന് പറയുന്നു. എനിക്ക് 2 കുട്ടികളാണ്, സ്കൂൾ പോകുന്നുണ്ട്. ഒരാൾക്ക് ബസ് ചാർജ് ഫ്രീ, മറ്റേയാൾക്ക് ഫ്രീ ഇല്ല. അതെന്തായാലും കുട്ടികൾ എന്ത് പഴിച്ചു? ഒന്നും പേടിക്കേണ്ട. ഒരാൾക്ക് ഫ്രീ കിട്ടിയാൽ അത് വലിയ ഉപകാരമായില്ലേ? ഒരാളുടെ പണം എങ്കിലും നമുക്ക് കുറേ. കുട്ടികൾക്ക് ഇതിനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് കേരളത്തിൽ എത്രയോ കാലമായി കൺസ്ട്രക്ഷൻ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ചെറിയ തുകയ്ക്ക് പോകാനുള്ള സൗകര്യങ്ങളുണ്ട് അവർക്ക്. ഇനി സ്ത്രീകൾക്കാണെങ്കിൽ അതുകൂടി വേണ്ട. ഏത് സർക്കാർ അധികാരത്തിൽ വന്നാലും അതിനെ അംഗീകരിക്കുക, അഭിനന്ദിക്കുക. കുറ്റം പറയുകയാണെങ്കിൽ ഇതിനു മുമ്പ് വന്നവർ അധികാരത്തിൽ വന്ന പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഹക്കീം ആണ് പറയുന്നത്.
അമ്പലത്ത് മുസ്തഫ പറയുന്നു, ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്ക് എന്തിനാ സൗജന്യ യാത്ര എന്ന് ചോദിക്കുന്നു. അമ്പലത്ത് മുസ്തഫ, ഈ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ എല്ലാവരും വലിയ വരുമാനം ഒന്നും ഉള്ളവരല്ല. 10,000 രൂപയും അതിൽ കുറഞ്ഞ വരുമാനമുള്ള സ്ത്രീകളും 5,000-6,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അല്ലെങ്കിൽ 15,000, 20,000, 25,000, 30,000 ഒക്കെ അതൊക്കെയാണ് ഒരു ശരാശരി ശമ്പളം. അല്ലാതെ എല്ലാവരും ലക്ഷങ്ങൾ വാങ്ങുന്നവരല്ല. അങ്ങനെയുള്ളവരില്ല എന്നല്ല, അങ്ങനെയുള്ളവരും ഉണ്ട് കേരളത്തിൽ. എന്തായാലും അങ്ങനെ കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. ഏറെ കമൻറ്റുകൾ ഇന്ന് വായിച്ചു വന്നു. എന്തായാലും നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.